നിന്നിലേക്ക്. രചന മിഴിമോഹന. അവതരണം മിത്രവിന്ദ. ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ലല്ലോ. സൈനമ്മ പറഞ്ഞുകൊണ്ട് സരോജമ്മയുടെ അടുത്തേക്ക് വന്നു. സരോജമ്മേ, സുതിമോ നല്ലവനാ. പക്ഷെ ലച്ചുമോക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് വേറെ മംഗലം ആലോചിച്ചുകൂടെ? നമ്മുടെ ദല്ലാള് കണാറിനോട് വരാൻ പറയട്ടെ ഞാൻ. നീ എന്ത് വർത്താനാ സൈനു പറയുന്നേ? പുറത്തു നിന്നും ഒരാലോചന വന്നാൽ കൊടുക്കാൻ നമ്മുടെ കൈ വല്ലതും ഉണ്ടോ? ലച്ചുവിൻ്റെ അച്ഛൻ അപകടത്തിൽ മരിച്ചപ്പോൾ പോലും സർക്കാരിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. ഇൻഷുറൻസിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അതവർ തള്ളിക്കളഞ്ഞു. ശ്വാസമൊന്ന് വലിച്ചു വിട്ടുകൊണ്ട് ലച്ചുവിനെ നോക്കി ആയമ്മ. അങ്ങേര് മരിച്ചതോടെ ഈ പെണ്ണ് പഠിക്കാൻ പോയിട്ടുണ്ടോ? ഉന്തിത്തള്ളി +2 വരെ പോയി. ഇങ്ങനെയുള്ളവളെ ആരാ കെട്ടാൻ വരുന്നത്? പഠിപ്പുള്ള കിച്ചനെ മോഹിക്കാൻ പോലും അർഹതയുണ്ടോ ഇവൾക്ക്? ഇതൊക്കെ ഇങ്ങനെ വരുമെന്ന് എനിക്ക് പണ്ടേ അറിയാം. അതുകൊണ്ട് പറഞ്ഞതാ 4 അക്ഷരം പഠിക്കാൻ. അപ്പോൾ അവൾ പശുവിൻ്റെ പുറകെ പോയി. പറയുന്നതിനൊപ്പം സരോജമ്മ ദേഷിച്ചൊന്ന് നോക്കി അവളെ. അമ്മ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ണൊന്ന് തുടച്ചുകൊണ്ട് അവരെ നോക്കി ലച്ചു. ഒരു കാലത്ത് നിങ്ങളൊക്കെ തന്നെയായിരുന്നു എനിക്ക് മോഹം തന്നത്. പക്ഷേ ജീവിത പ്രാരാബ്ദം മുഴുവൻ തലയിലെടുത്ത് വെക്കുമ്പോൾ അർഹതയില്ലാത്ത ആ മോഹം കൂടി തലയിൽ നിന്നും താഴ്ത്തി വയ്ക്കാൻ ആരും പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഈ ലച്ചു അന്നേ എല്ലാം മറന്നേനെ. ചെറുതായി വിതുമ്പി അവൾ. ലച്ചു, സുധിയെ മോൾ വിവാഹം ചെയ്യാൻ അമ്മ നിർബന്ധിക്കില്ല. തീരുമാനം ഇന്നും നിൻ്റേത് തന്നെയായിരിക്കും. പക്ഷെ ഒന്നോർക്കണം, മറ്റൊരു വിവാഹം ചെയ്ത് മോൾ ദൂരേക്ക് പോയാൽ അമ്മ എന്നും ഒറ്റയ്ക്കായിരിക്കും. അച്ഛൻ ഉറങ്ങുന്ന ഈ മണ്ണ് വിട്ട് ഞാൻ ഇങ്ങും വരില്ല. പറഞ്ഞുകൊണ്ടവരകത്തേക്ക് കയറുമ്പോൾ ലച്ചുവിൻ്റെ കണ്ണുകൾ നിസ്സഹായതയോടെ അവരെ പിന്തുടർന്നു. അമ്മ പറയുന്നത് ന്യായമുണ്ട് കുഞ്ഞേ. സൈനബ അവളുടെ തോളി പിടിക്കുമ്പോൾ ആ കണ്ണുകൾ പതിയെ അവരിലേക്ക് ചെന്നു. സുധിയേട്ടനും കൂടി അറിഞ്ഞുകൊണ്ടാണോ സൈനത്ത ഇതെല്ലാം? ചോദിക്കുന്നതിനൊപ്പം അവളുടെ കണ്ണുകൾ നാൽപ്പാടും പാഞ്ഞു. സുധിക്കുഞ്ഞിൻ്റെ അറിവോടെയാണ് മോളെ. പതുക്കെ അവളുടെ മുടിയിൽ മെല്ലെ തഴുകിയവർ. മോൾ എന്തുകൊണ്ടും മോൾക്ക് ചേരുന്നത് സുധിക്കുഞ്ഞാ. മേലേപ്പാട്ടെ കുഞ്ഞ് ആ തടിമില്ല് പോലും നേരെ ചൊവ്വേ നോക്കിയിട്ടില്ല. അതിനങ്ങ് ഡൽഹിയിൽ വലിയ ഉദ്യോഗം ചെയ്യാനല്ലേ ഇഷ്ടം. ഈ കുഞ്ഞാവുമ്പോൾ നാട്ടിലും കാണും. മോൾക്ക് അമ്മയെ വിട്ട് പോവുകയും വേണ്ട. നന്നായി ഒന്ന് ആലോചിക്കുക. പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങി സൈനബ തിരിഞ്ഞൊന്നു നോക്കി. ഒന്നുറങ്ങി എണീക്കുമ്പോൾ ഈ നോവൊക്കെ പോകും. നേർത്ത ചിരിയോടെ അവർ പോകുന്ന വഴിയെ അവൾ നോക്കിയിരുന്നു. അമ്മേ, കിച്ചൻ്റെ ശബ്ദം കേട്ടതും കിടന്ന കിടപ്പിൽ നിന്നും തല അല്പം ഉയർത്തി ദേവമ്മ. ഇതെന്താ പതിവില്ലാതെ എൻ്റെ മോൻ നേരത്തെ എഴുന്നേറ്റത്? പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിച്ചവർ. അമ്മ എഴുന്നേക്കണ്ട. പറയുന്നതിനൊപ്പം ആ കട്ടിലിൻ്റെ കാൽക്കലിരുന്നവൻ മെല്ലെ അവരുടെ കാലിൽ കൂടി ഒന്ന് വിരലോടിച്ചു. കാലിന് കുറവുണ്ടോ അമ്മേ? വേദന നന്നായി കുറവുണ്ട്. വൈദ്യൻ്റെ മരുന്ന് മാത്രമല്ല, എൻ്റെ പെങ്കൊച്ച് ചൂട് പിടിച്ചും കുഴമ്പ് വിട്ടും ഒക്കെ തരുന്നുണ്ട്. ഇതാ പറയുന്നത് ഒരു പെൺകുഞ്ഞ് വേണമെന്ന്. പറയുന്നതിനൊപ്പം അവരുടെ കണ്ണുകൾ മേശപ്പുറത്തെ നിറമങ്ങിയ ചിത്രത്തിലേക്ക് പോയി. തന്നതിനെ തിരികെ എടുത്തില്ലേ? ഇത്രയും നാളും അതൊരു നോവായിരുന്നു. പക്ഷേ ഇന്നാ നോവ് മാറ്റി തന്നീശ്വരൻ. ദേവമ്മ പറഞ്ഞുകൊണ്ട് വാതിൽക്കിലേക്ക് നോക്കുമ്പോൾ ചില്ല് ഗ്ലാസ്സിൽ ആവി പറക്കുന്ന കാപ്പിയുമായി സരയു വരുന്നുണ്ട്. കിച്ചനെ ആ മുറിയിൽ കണ്ടതും പെണ്ണൊന്ന് പുരുകുയർത്തി. രാത്രിയിൽ ഉറങ്ങിയില്ലേ? മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നല്ലോ. കാപ്പി ദേവമ്മയുടെ കയ്യിൽ കൊടുത്തവൾ ആംഗ്യം കാണിക്കുമ്പോൾ കിച്ചൻ ചെറുതായി ഒന്ന് ചിരിച്ചു. കുറച്ച് വർക്കുണ്ടായിരുന്നു ചേച്ചി, അത് തീർക്കുമായിരുന്നു. ചുമ്മാതെയാ മോളെ, ഫോണിൽ നോക്കിക്കിടന്ന് ഉറങ്ങിക്കാണും. ലൈറ്റ് ഓഫ് ചെയ്ത് കാണില്ല. അല്ലെങ്കിലും ഇവനിവിടെ ഉണ്ടെങ്കിലേ കറണ്ട് ചാർജ് വരുന്നതും മലവെള്ളം പാഞ്ഞു വരുന്നത് പോലെയാ. കിച്ചനെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഒരിറക്ക് കാപ്പി കുടിച്ചു ദേവമ്മ. ആ നിമിഷം സരയു മെല്ലെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. കാപ്പി വേണോ? അവളുടെ ചോദ്യത്തിനനുസരിച്ച് കിച്ചൻ തലയാട്ടിയതും പുറത്തേക്ക് ഇറങ്ങി അവൾ. അമ്മേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. കിച്ചൻ വാക്കുകൾ മുറിച്ചുകൊണ്ട് ദേവമ്മയെ നോക്കുമ്പോൾ കാപ്പി ഗ്ലാസ് താഴ്ത്തി മുഖമൊന്ന് ഉയർത്തി അവർ. സംശയരൂപേണ ഒന്ന് മൂളുമ്പോൾ കിച്ചൻ അവർ കാണാതെ 2 വിരലുകൾ കൂട്ടിപ്പിടിച്ചു.
അത് അമ്മയൊന്ന് എന്നോട് പറഞ്ഞില്ലേ, ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ലക്ഷ്മി അവിടെ വന്നിരുന്നുവെന്ന്? എന്ന്? നീ എന്തൊക്കെയാ വെച്ചാ ചോദിക്കുന്നേ? നീ വല്ല സ്വപ്നവും കണ്ടോ? ചോദിക്കുന്നതിനൊപ്പം ഗ്ലാസ് വശത്തെ ടേബിളിൽ വെച്ചുകൊണ്ട് ദേവമ്മ എഴുന്നേറ്റു. അല്ലമ്മേ, പണ്ട് ഞാൻ ചിത്രയിൽ കിടക്കുമ്പോൾ എനിക്ക് ഷോക്ക് അടിച്ചില്ലേ, അന്ന് ലച്ചു അവിടെ വന്നിരുന്നോ? കിച്ചൻ ചോദിച്ചു തീരുമ്പോഴേക്കും ഒരു ഗ്ലാസ്സിൽ കാപ്പിയുമായി സരയു വന്നു. ആ, എനിക്ക് ഓർമ്മയില്ല. എത്ര വർഷം മുൻപ് നടന്നതാ. ഈ വയസ്സാം കാലത്ത് ഞാനത് ഓർത്തിരിക്കുവാണോ? ദേവമ്മ അവനെ കൂർപ്പിച്ചു നോക്കുമ്പോൾ സംശയത്തോടെ സരയു അവനെ നോക്കി പുരുകുയർത്തി. അമ്മയല്ലേ എന്ന് പറഞ്ഞത് അവളന്ന് ഇവിടെ ഉണ്ടായിരുന്നുവെന്ന്? പിന്നെ ഇപ്പം കാല് മാറുന്നോ? അല്പം ദേഷിച്ചൊന്ന് നോക്കി കിച്ചൻ. എടാ, അതിനവൾ എന്നും അവിടെ വന്നിരുന്നു പറഞ്ഞുകൊണ്ട് അവർ സരയുവിനെ നോക്കി. കേട്ടോ മോളെ, അന്ന് ഇവന് ചായ വാങ്ങാനാണോ മരുന്ന് വാങ്ങാനാണോ എന്തിനോ പുറത്തോട്ട് പോയതാ ഞാൻ. പറയുന്നതിനൊപ്പം എഴുന്നേറ്റവർ പുതപ്പ് മടക്കിക്കൊണ്ട് വീണ്ടും തുടർന്നു. തിരിച്ചു വരുമ്പോൾ ഇവൻ്റെ മുറിയിൽ ഭയങ്കര ബഹളം. ഞാനങ്ങ് പേടിച്ചു പോയി. കയ്യിലിരുന്നതൊക്കെ എടുത്തെറിഞ്ഞ് ഓടി വരുമ്പോൾ കാണുന്നത് ഇവൻ്റെ നെഞ്ചിൽ ചൂട് പിടിക്കുന്ന ഡോക്ടറെയാണ്. സ്വിച്ച് ബോർഡിൽ നിന്ന് ഷോക്ക് അടിച്ചതാണെന്ന് അവർ പറയുമ്പോഴാണ് ഞാനും ഈ കാര്യം അറിയുന്നത്. ആരുടെയോ നിലവിളി കേട്ടാ ഡോക്ടർ ഓടി വന്നത്. ആ സമയത്ത് ഇവൻ ബോധമില്ലാതെ നിലത്ത് കിടക്കുമായിരുന്നു. അമ്മേ, ആ നിലവിളിച്ച പെൺകുട്ടി ലച്ചുവല്ലേ? പൊടുന്നനെ കിച്ചൻ്റെ കണ്ണുകൾ ആകാംക്ഷ കൊണ്ട് വിടർന്നു. എടാ, അതെങ്ങനെയാടാ എനിക്കറിയാവുന്നത്? അവളെ കാണുമ്പോൾ ഇവൻ കലിതുള്ളും. അതുകൊണ്ട് ഇവൻ്റെ വെട്ടത്ത് പോലും ആ പെണ്ണ് വരില്ലായിരുന്നു. അവളോട് മാത്രമല്ലേ, എന്നോടും അങ്ങനെ തന്നെയായിരുന്നു. പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവർ പുതപ്പ് മടക്കിക്കൊണ്ട് കിച്ചനെ നോക്കി. എടാ കുഞ്ഞേ, അന്നു നീ ഏതോ പെണ്ണ് വന്നെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളോട് ചോദിച്ചതാ നീയാണോന്ന്. അവളല്ലെന്നാ പറഞ്ഞേ. അന്ന് അവളവിടെ ഉണ്ടായിരുന്നോ ഇനി? ആർക്കറിയാം. പണ്ടത്തെ പോലെ ഓർമ്മയൊന്നും നിൽക്കുന്നില്ലെന്നേ. സംശയത്തോടെ ചുണ്ടൊന്ന് കൂർപ്പിച്ചവർ പുറത്തേക്ക് പോകുമ്പോൾ സരയുവിനെ സൂക്ഷിച്ചു നോക്കി. ഒന്നുമില്ല ചേച്ചി, ഞാൻ വെറുതെ. പറയുന്നതിനൊപ്പം അവൾക്ക് മുഖം കൊടുക്കാതെ പുറത്തേക്ക് ഇറങ്ങിയവൻ. കുളപ്പടവിലെ താഴത്തെ കല്ലിൽ വെള്ളത്തിലേക്ക് കല്ലിട്ടിരുന്നു കിച്ചൻ. കണ്ണുകൾ ചെറുമീനുകൾ കൊത്തിക്കളിക്കുന്ന കാലിലാണെങ്കിലും മനസ്സ് മറ്റെവിടെയോ ആണ്. നേർത്തൊരു സ്പർശനത്തിൻ്റെ ചൂട് തോളിൽ അരിച്ചിറങ്ങിയതും തല മെല്ലെ ഉയർത്തിയവൻ. ചേച്ചി വിളിക്കുന്നതിനൊപ്പം കണ്ണ് വെട്ടിക്കുമ്പോൾ അതിൽ നിന്നും 2 തുള്ളി കണ്ണുനീര് താഴേക്ക് പൊടിഞ്ഞു. 2 ദിവസമായി എന്തോ ഒരു വിഷമം പോലെ ഉണ്ടല്ലോ മുഖത്ത്. അന്ന് ലച്ചുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്ന ശേഷം തൊട്ട് ശ്രദ്ധിക്കുന്നതാ. അമ്മയുള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നും ചോദിക്കാത്തേ. സരയു അവന് മനസ്സിലാകും പോലെ പതുക്കെ മുദ്രകളെടുത്ത് കാണിക്കുമ്പോൾ കിച്ചൻ ചെറുതായി ഒന്ന് ചിരിച്ചു. എനിക്കൊന്നും അറിയില്ല ചേച്ചി, ജീവിതം കൈവിട്ടു പോകും പോലെ. കിച്ചണിൽ നിന്ന് കേട്ടതും സരയു പുരികമൊന്നുയർത്തി. ഞാൻ തേടുന്നവൾ ലച്ചു തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായി. സ്വന്തം പെണ്ണിനെ കൺമുന്നിൽ തിരിച്ചറിഞ്ഞിട്ടും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് എനിക്ക്. കിച്ചൻ്റെ കണ്ണുകൾ പിടച്ചിലോടെ വെള്ളത്തിലേക്ക് നീണ്ടതും അവൻ്റെ മുഖം പിടിച്ച് നേരെ നിർത്തി സരയു. അന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചത് ലച്ചു തന്നെയാ ചേച്ചി, അതെനിക്ക് ഉറപ്പാണ്. ആ വെപ്രാളത്തിൽ അമ്മ അവളെ ശ്രദ്ധിച്ചു കാണില്ല. പക്ഷെ അവൾ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. അവൾ എന്തിനാ കള്ളം പറഞ്ഞത്? അതുമാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. കിച്ചൻ നഖമൊന്ന് കടിച്ചു. അവളായിരിക്കില്ലത്, അല്ലെങ്കിൽ കിച്ചൻ്റെ തോന്നലായിരിക്കും. സരയോ മെല്ലെ മുദ്രകൾ കാണിച്ചതും അവൻ തലയാട്ടി. അല്ല, എൻ്റെ വെറും തോന്നലല്ല. മുഖം കണ്ടില്ലെങ്കിലും ആ ധാവണിയിലൂടെ ഞാൻ കണ്ടതെന്തോ അതിന്നും തെളിനീര് പോലെ എൻ്റെ നെഞ്ചിലുണ്ട്. കിച്ചൻ ആവേശത്തിൽ പറഞ്ഞതും സരയു കണ്ണു തള്ളി. എന്ത്? അത് പിന്നെ ഞാൻ മുഖം മാത്രമേ കാണാതെ ഉള്ളൂ. കിച്ചൻ അല്പം ജാള്യതയോടെ തല താഴ്ത്തിക്കൊണ്ട് തുടർന്നു. ലച്ചുവിൻ്റെ വയറിൽ ഒരു മറുകുണ്ട് ചേച്ചി, ചേച്ചിക്കറിയോ? പൊടുന്നനെയുള്ള അവൻ്റെ ചോദ്യത്തിൽ സരയു ഒന്ന് പകച്ചെങ്കിലും
പെട്ടെന്ന് ചെറിയ ചമ്മലോടെ അറിയാമെന്ന് തലയാട്ടി. ആ മറുകായിരുന്നു എനിക്ക് അവളെ തേടാനുള്ള ആകെ തെളിവ്. ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ അറിയാതെ അത് കണ്ടു. കിച്ചൻ ജാള്യതയോടെ പറഞ്ഞതും സരയു വീണ്ടും ചിരിച്ചു. അതുപോലെ അടയാളങ്ങൾ ഒരുപാട് പേർക്കുണ്ടാകും. അത് വെച്ച് അവളാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ചേച്ചി പറഞ്ഞത് ശരിയാണ്. ഞാൻ കണ്ടത് ധാവണി എടുത്തൊരു പെണ്ണിയാണ്. ലച്ചു ഒന്ന് ധാവണി എടുത്ത് തുടങ്ങിയിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, ആ പെൺകുട്ടി പെർഫ്യൂം അടിച്ചിരുന്നു. ലച്ചു പെർഫ്യൂം അടിക്കില്ലല്ലോ. ഇല്ല. സരയു മെല്ലെ തല കുലുക്കിക്കൊണ്ട് വീണ്ടും ആംഗ്യം കാണിച്ചു. അവൾക്കത് അലർജിയാണ്, ഉപയോഗിക്കില്ലെന്നാ എന്നോട് പറഞ്ഞിട്ടുള്ളത്. സരയു പറയുന്നതിനനുസരിച്ച് കിച്ചൻ്റെ കണ്ണുകൾ വീണ്ടും കുളത്തിലേക്ക് പോയി. അത് ലച്ചു തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ്. എങ്കിലും ആ ധാവണിയും പെർഫ്യൂമും അതെങ്ങനെ? കിച്ചൻ നഖം കടിച്ചുകൊണ്ട് ദൂരേക്ക് കണ്ണു നീട്ടി. എടാ, നീ ഇവിടെ ഇരിക്കുമായിരുന്നോ? പടവിന് മുകളിൽ സതീശൻ്റെ ശബ്ദം കേട്ടതും കിച്ചനും സരയുവും തല ഉയർത്തി നോക്കി. ആ, പെങ്ങളിവിടെ ഉണ്ടായിരുന്നോ? വീട്ടിൽ ചെന്നപ്പോൾ ദേവി ചേച്ചി പറഞ്ഞു ഇവനെ രാവിലെ മുതൽ കാണുന്നില്ലെന്ന്. അപ്പോഴേ എനിക്കറിയാം, ഒന്നുമില്ലെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ കുന്നിൻ്റെ മുകളിൽ, ഇവിടെ എവിടെയെങ്കിലും കാണുന്നേ. പറഞ്ഞുകൊണ്ട് അവർക്കടുത്തേക്കിരിക്കുമ്പോൾ സരയു നേരത്തെ ചിരിയോടെ എഴുന്നേറ്റു. കുഞ്ഞിനെ വിളിച്ചിട്ട് വരാമെന്ന് ആംഗ്യം കാണിച്ചുകൊണ്ട് അവൾ പടവുകൾ കയറുമ്പോൾ സതീഷ് വാ പൊളിച്ച് അവൾ പോയ വഴിയെ നോക്കി. എടോ, സായിക്കുട്ടനെ സ്കൂളിൽ വിട്ട് തുടങ്ങി. അവനെ വിളിക്കാൻ ചേച്ചി തന്നെ ചെല്ലണം. താൻ പോയ കാര്യം എന്തായി? കിച്ചൻ അവൻ്റെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി. ആ അയ്യര് ഡോക്ടർ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. പിന്നെ എൻ്റെ രാഷ്ട്രീയ സ്വാധീനം വെച്ച് തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചു. അതോടെ രജിസ്റ്റർ എൻ്റെ മുൻപിൽ നിറഞ്ഞു. എന്നിട്ട് കിച്ചൻ്റെ കണ്ണിൽ ആകാംക്ഷ നിറയുമ്പോൾ സതീഷ് കക്ഷത്തിലിരുന്ന ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു പേപ്പർ എടുത്തു. രജിസ്റ്ററിൻ്റെ ഫോട്ടോ കോപ്പിയാ. സതീഷ് പറഞ്ഞതും കിച്ചൻ ചാടി അത് കണ്ണുകൾ അതിലെ പേരുകളിൽ കൂടി പായുമ്പോൾ അവൻ്റെ നെറ്റി ചുളിഞ്ഞു വന്നു. അരി 10 കിലോഗ്രാം, പഞ്ചസാര 5 കിലോഗ്രാം, വെളിച്ചെണ്ണ. എന്തുവാണോ ഇത്? താൻ റേഷൻ കടയിലാണോ പോയത് ലിസ്റ്റ് എടുക്കാൻ? കണ്ണുരുട്ടിക്കൊണ്ട് കിച്ചൻ നോക്കുമ്പോൾ നഖം കടിച്ചുകൊണ്ട് കണ്ണ് തള്ളി കിച്ചനെ നോക്കിയിരിക്കുകയാണ് സതീഷ്. ചുണ്ടൊന്ന് കൂട്ടി അവൻ്റെ കയ്യിൽ നിന്നും ആ ലിസ്റ്റ് വാങ്ങി. അയ്യോടാ, പേപ്പർ മാറിപ്പോയി. ഇത് സാധനങ്ങൾ വാങ്ങാൻ ചിത്ര തന്ന ലിസ്റ്റാടേ. ഇതെങ്ങാനും നഷ്ടപ്പെട്ടാലേ ഇന്നവളെന്നെ വീട്ടിൽ കയറ്റില്ല. പറഞ്ഞുകൊണ്ട് ബാഗിൽ നിന്നും മറ്റൊരു പേപ്പർ എടുത്ത് കിച്ചൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് സതീഷ് തുടർന്നു. ഇന്ന് രാവിലെയാണ് അയ്യർ ഈ ഫയൽ കൊണ്ടുവന്ന്. പഴയ റെക്കോർഡ്സ് എല്ലാം പുള്ളി വീട്ടിൽ സൂക്ഷിക്കുക. എല്ലാം കൂടി വെക്കാൻ ഹോസ്പിറ്റലിൽ സ്ഥലമില്ലെന്ന്. അങ്ങേരുടെ സമയം മെനക്കെടുത്തിയെന്ന് പറഞ്ഞ് തൊള്ളുന്നുണ്ടായിരുന്നു. ഓ, ഞാനത് കാര്യമാക്കിയില്ല. പറഞ്ഞുകൊണ്ട് സതീഷ് ആ പേപ്പറിലേക്ക് കണ്ണു നീട്ടുമ്പോൾ കിച്ചൻ ആ ലിസ്റ്റിൽ കൂടി വിരൽ ഓടിച്ചുകൊണ്ട് സതീഷിനെ നോക്കി. അന്ന് ലച്ചു അവിടെ ഉണ്ട് സതീഷേട്ടാ. പിന്നെ എന്തിനാ അവൾ കള്ളം പറഞ്ഞത്? കിച്ചൻ ചുണ്ടൊന്ന് കടിച്ചുകൊണ്ട് ചുറ്റും നോക്കി. അന്ന് മാത്രമല്ല, ആ മാസം പകുതി മുക്കാൽ ദിവസവും ലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് നോക്കിയാൽ അറിയാലോ. സതീഷ് അത് കയ്യിലെടുത്തുകൊണ്ട് കിച്ചനെ നോക്കി. എടാ, നീ പറഞ്ഞ ഡേറ്റ് വെച്ച് നോക്കിയാൽ അന്നേ ദിവസം നമ്മുടെ അടിവാരം സരസു അഡ്മിറ്റ് ആയിട്ടുണ്ട്. അവരുടെ കൂടെ വന്നത് 2 പെമ്പിള്ളേരാണ്. ഒന്ന് പരിമളവും മറ്റേത് പുഷ്പലതയും. 2 തമിഴത്തികളാണെന്ന് തോന്നുന്നു. ഇനി അവളുമാർ വല്ലതും ആണോ? പറയാൻ പറ്റില്ല. സതീഷ് നഖം കടിച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കി. ശേഷം കിച്ചണിലേക്ക് തിരിഞ്ഞു. എടാ, നീ ഒരു 500 രൂപയും കൊണ്ട് ചെന്നാൽ മതി. അവളുമാർ വയറ് കാണിച്ചു തരും. വല്ല കാക്കപ്പുള്ളി ഉണ്ടോയെന്നറിയാലോ. പോടോ അവിടുന്ന്, വെറുതെ മനുഷ്യനെ പിടിപ്പിക്കാതെ. കിച്ചൻ കണ്ണ് തള്ളി സതീഷിനെ നോക്കി. അല്ല, നീയല്ലേ എന്ന് പറഞ്ഞത് സാരി ചുറ്റിയ പെണ്ണാണെന്ന്? ലച്ചു ഒന്ന് കുഞ്ഞല്ലേടാ, 9ലോ മറ്റോ അവൾ പഠിക്കുന്നത്. ഇവളുമാരാവുമ്പോൾ സാരി മുല്ലപ്പൂ ഒക്കെ കാണും. പിന്നെ നിനക്കൊരു എൻ്റർടൈൻമെൻറ്റും ആകും, ഞങ്ങൾക്കും. സതീഷ് മെല്ലെ ചിരിച്ചുകൊണ്ട് അല്പം കുസൃതിയോടെ കിച്ചനെ നോക്കി. തന്നെ ഇന്ന് ഞാൻ വെള്ളത്തിൽ മുക്കിക്കൊല്ലും. എടോ, അത് ലച്ചു ആണെന്നൊക്കെ ഞാൻ ഉറപ്പിച്ചു. അതെങ്ങനെ? സതീഷ് കണ്ണൊന്നുരുട്ടി.
അത് 2 ദിവസം മുമ്പ് ഞാൻ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവൾക്ക് വയറുവേദനയായിട്ട്. അന്നേരം ഞാനാണെങ്കിൽ അവളുടെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞ് ആ നേഴ്സ് ഒരു ഹോട്ട് ബാഗൊക്കെ കയ്യിൽ കൊണ്ടു തന്നു അവൾക്ക് ചൂട് വയ്ക്കാൻ. എന്നിട്ടോ സതീഷ് ഒരു പുരിക ഉയർത്തി കിച്ചനെ നോക്കി. എന്നിട്ടെന്താ, ഞാൻ ചൂട് വെച്ചു. അവിടുത്തെ സ്ക്രീനും തട്ടിമറിച്ചിട്ടു. കിച്ചൻ ശ്വാസം എടുത്തു വിടുമ്പോൾ സതീഷ് കാര്യം മനസ്സിലായതുപോലെ തലകുലുക്കി. അപ്പം ചുരുക്കം പറഞ്ഞാൽ മോനിപ്പോൾ ഏതാണ്ട് പോയ അണ്ണാനെ പോലെയാണ്. ഏകദേശം. കിച്ചൻ താടിക്ക് കയ്യും കൊടുത്തുകൊണ്ട് സതീഷിനെ നോക്കി. എന്നാലും ചില സംശയങ്ങളുണ്ട് സതീഷേട്ടാ. എന്താടാ, നീ ഉദ്ദേശിച്ച മാർഗമല്ലേ അത്? സതീഷ് ചുണ്ടൊന്ന് കൂർപ്പിച്ചു. അതല്ല, ലച്ചു പെർഫ്യൂം ഉപയോഗിക്കില്ല. അവൾ അടുത്ത് വരുമ്പോൾ ഒരുതരം കാച്ചിയ എണ്ണയുടെ മണമാണ്. എനിക്കത് പണ്ടേ പിടിക്കില്ല. അതിന് ഞാൻ അവളോട് വഴക്ക് വിടും. പക്ഷെ അന്ന് കാച്ചിയ എണ്ണയുടെ മണമല്ല, ഏതോ ഫോറിൻ പെർഫ്യൂമിൻ്റെ മണമായിരുന്നു. കിച്ചൻ സംശയത്തോടെ കണ്ണുകൾ ദൂരേക്ക് എറിഞ്ഞു. എന്നാൽ അത് പരിമളമായിരിക്കൂടാ. നമുക്ക് അടിവാരം സരസുവിനോട് പോയി ചോദിച്ചാലോ? സതീഷ് ചിരിയടക്കി കിച്ചനെ നോക്കി. തനിക്കെന്താ അവിടെ വല്ല പറ്റുമുണ്ടോ? ഒരടിവാരം സരസു. ഇത് സരസുവിൻ്റെ പാർട്ട്നേഴ്സൊന്നുമല്ല, ലച്ചു തന്നെയാ, എനിക്കറിയാം. കിച്ച, അത് ലക്ഷ്മി തന്നെയാണടാ. ഈ ഒരു പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട. ഞാനന്ന് ദുബായിൽ നിന്ന് വന്നിട്ട് പോയി കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്. സതീഷ് പറയുമ്പോൾ കിച്ചൻ അവനെ തിരിഞ്ഞു നോക്കി. ആ പ്രാവശ്യം ഞാൻ ലീവിന് വന്നപ്പോൾ നിൻ്റെ അമ്മാവന് 2 കുപ്പി സ്പ്രേയും കുറച്ച് സോപ്പും കൊടുത്തിരുന്നു. അഭിമാനി വേണ്ടെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചതാ. ഒരു പെങ്കൊച്ചുള്ള വീടല്ലേ, അപ്പോൾ സ്വാഭാവികമായും ആ പെർഫ്യൂം അവിടെ കാണും. കൊച്ചതെടുത്ത് അടിച്ചതായിരിക്കും നിന്നെ കാണാനായിട്ട് വന്നത്. നിനക്ക് കാച്ചി എണ്ണയുടെ മണം ഇഷ്ടമല്ലല്ലോ. അപ്പോൾ നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കരുതി അവൾ വന്നതാവൂടോ. ഏത്? സതീഷ് കിച്ചനെ തോണ്ടുമ്പോൾ കിച്ചൻ്റെ ചുണ്ടിൽ നേരിയ ചിരി വിടർന്നു. ശേഷം ആ ചിരി ഒന്ന് മങ്ങി. എടോ, അവൾക്ക് പെർഫ്യൂം അലർജിയാ. അതുകൊണ്ട് അവളത് ഉപയോഗിക്കില്ല. കിച്ചൻ കണ്ണൊന്ന് താഴ്ത്തി. എടാ പൊട്ട, ഒരാളൊരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞല്ലേ അത് അലർജി ഉണ്ടോ എന്ന് ഉറപ്പിക്കുന്നത്? അവൾ അന്നാണ് അത് ആദ്യമായിട്ട് ഉപയോഗിച്ചതെങ്കിലോ? പിന്നെ അലർജി ആയതുകൊണ്ട് ഉപയോഗിച്ച് കാണില്ല. ഓ, ഞാനൊരു സേതുരാമയ്യർ CBI ആയി. സതീഷ് ഷർട്ടിൻ്റെ കോളർ പൊക്കി ഒന്ന് കിച്ചനെ നോക്കി. കിച്ചൻ മെല്ലെ ഒന്ന് ചിരിച്ചതും സതീഷ് അവൻ്റെ തോളിൽ മെല്ലെ പിടിച്ചു. എടാ കിച്ച, ഇനി എന്താ നിൻ്റെ തീരുമാനം? എനിക്കറിയില്ല സതീഷേട്ടാ. ചേച്ചിയോട് ഞാൻ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എടാ, ഞാനിത് ലക്ഷ്മിയോട് ചോദിക്കട്ടെ? സതീഷ് ചോദിക്കുമ്പോൾ കിച്ചൻ ദൂരേക്ക് കണ്ണ് നീട്ടിക്കൊണ്ടാണ് മറുപടി പറഞ്ഞത്. അവൾക്ക് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല സതീഷേട്ടാ. അതിപ്പോൾ അവൾക്ക് സുധിയോടും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കിച്ച. പ്രായപൂർത്തിയായ ഒരു പെണ്ണിന് വീട്ടുകാർ തീരുമാനിക്കുന്ന വിവാഹത്തിനപ്പുറം അവർ തമ്മിൽ പ്രണയത്തിലൊന്നും അല്ലല്ലോ. പറഞ്ഞു വരുവാണെങ്കിൽ കുഞ്ഞിലെ മുതൽ ലക്ഷ്മിയെ നിനക്ക് പറഞ്ഞുറപ്പിച്ച് വെച്ചതുമാണ്. അപ്പോൾ പിന്നെ അവൾ എതിര് പറയാൻ വഴിയില്ല. സതീഷ് പക്വതയോടെ കാര്യങ്ങൾ പറയുമ്പോൾ കിച്ചൻ അവനെ ഒന്ന് നോക്കി. അപ്പോൾ സുധി? നിനക്ക് സുധിയെക്കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചു തന്നത്. നിൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ അവന് കഴിഞ്ഞുവെങ്കിൽ നിൻ്റെ ജീവിതം, നിൻ്റെ സ്നേഹം അത് നിനക്ക് വിട്ടുതരാനും അവന് കഴിയും. സതീഷ് ദീർഘമായി ഒന്ന് നിശ്വസിക്കുമ്പോൾ കിച്ചൻ അവൻ്റെ കയ്യിൽ പിടിച്ചു. താൻ എന്താ ഇപ്പോൾ പറഞ്ഞത്? സുധി എൻ്റെ ജീവൻ തിരിച്ചു പിടിച്ചെന്നോ? എനിക്ക് മനസ്സിലായില്ല. കിച്ചൻ മെല്ലെ തലയാട്ടുമ്പോൾ സതീഷ് അവൻ്റെ തോളി പിടിച്ചു. കിച്ച, ഇന്ന് നീ ജീവനോട് ഇരിക്കാൻ തന്നെ കാരണം അവനാണ്. സതീഷ് അത് പറയുമ്പോൾ കിച്ചൻ സംശയത്തോടെ പുരിക ഒന്നുയർത്തി. നിൻ്റെ അമ്മയോടോ, എന്തിനേറെ നിന്നോട് പോലും സുധി മറച്ചു പിടിച്ച രഹസ്യം. അയ്യർ സാർ അത് പറയുമ്പോൾ നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത അങ്ങേര് പോലും കരഞ്ഞുപോയി. സതീഷ് കണ്ണു തുടച്ചുകൊണ്ട് വാക്കുകൾ തുടരുമ്പോൾ കിച്ചൻ്റെ കണ്ണിൽ നേരിയ ഭയത്തോടെയുള്ള ആകാംക്ഷ നിറഞ്ഞു. എടാ, നീ അന്ന് മെഡിക്കൽ കോളേജിൽ സീരിയസ് ആയി കിടക്കുമ്പോഴേ സുധിയും അയ്യർ ഡോക്ടറും മാത്രമായിരുന്നു ഐസിയുവിന് പുറത്തിരുന്നത്. സുധിക്ക് വന്ന് അത്രയ്ക്ക് പ്രായമൊന്നുമില്ലല്ലോ. അവനൊരു ധൈര്യത്തിന് അയ്യരായിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്നിരുന്നത് ആദ്യത്തെ 3 ദിവസമേ. സതീഷ് പറയുമ്പോൾ കിച്ചൻ ആ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി.
നിന്റെ അമ്മാവിൻ്റെ അടക്കവും ലക്ഷ്മിയുടെയും സരോജ ചേച്ചിയുടെയും ഒറ്റപ്പെട്ട അവസ്ഥയും കാരണം ബന്ധുക്കളെല്ലാം ഇവിടെ ആയിരുന്നു. പിന്നെ നിന്റെ അമ്മ, നിനക്ക് ബോധം വരും വരെ അവർക്ക് ബോധമില്ലായിരുന്നു എന്നാ എൻ്റെ അറിവ്. താൻ ബാക്കി പറയടോ, മനുഷ്യനെ ടെൻഷനാക്കാതെ. കിച്ചൻ സതീഷിനെ പിടിച്ചൊന്ന് ഉലച്ചതും ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് കിച്ചനെ നോക്കിയവൻ. എടാ മോനെ, അന്ന് രാത്രി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അയ്യർ സാറിനെ അകത്തേക്ക് വിളിച്ചു. മറ്റൊന്നിനുമല്ല, ലക്ഷ്മിയുടെ അച്ഛനൊപ്പം നിൻ്റെയും മരണം കൺഫേം ചെയ്യാൻ വേണ്ടിയായിരുന്നു. എന്നുവെച്ചാൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടറിൻ്റെ റിപ്പോർട്ട് പ്രകാരം ആക്സിഡൻറ്റ് നടന്ന 3-ാം രാത്രി മേലേപ്പാട്ടെ കൃഷ്ണകുമാർ മരിച്ചു. സതീഷ് പറഞ്ഞതും കിച്ചൻ ഞെട്ടലോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു. എടോ, താൻ എന്തൊക്കെയായി പറയുന്നത്? പിന്നെ ഈ ഇരിക്കുന്നത് എന്നാ, എൻ്റെ പ്രേതമാണോ? കിച്ചൻ സ്വന്തം ദേഹത്തേക്ക് കണ്ണൊന്ന് പായിച്ചു. അത് മെഡിക്കൽ കോളേജിലെ ഡോക്ടറിൻ്റെ റിപ്പോർട്ടാണിടോ. ദേവ്യമ്മയുടെ സമ്മതത്തോടെ അടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള തീരുമാനം വരെ എടുത്തു അയ്യർ ഡോക്ടറും മെഡിക്കൽ കോളേജിലെ ഡോക്ടറും. സതീഷ് നേർത്ത ചിരിയോടെ കിച്ചനെ നോക്കി. പക്ഷേ നിന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് എന്നാണെന്നറിയുമോ? ഇല്ല, സുധിയുടെ സ്നേഹം. സതീഷിൻ്റെ വാക്കുകൾ കേട്ടതും കിച്ചൻ ശ്വാസമൊന്ന് ഉയർത്തിപ്പോക്കി. അതേടാ മോനെ, ICUവിൽ പുറത്തു വന്ന ശേഷം നിന്റെ മരണം അയ്യർ സാർ പറയുമ്പോൾ ആദ്യം നിർവികാരനായി കേട്ടു നിന്ന് സുധി. അവൻ്റെ കണ്ണിൽ നിന്ന് പോലും ഒരു തുള്ളി കണ്ണീർ വന്നില്ല. സമനില തെറ്റിവനെ പോലെ അങ്ങേരെ ഒന്ന് നോക്കുക മാത്രമാണ് അവൻ ചെയ്തത്. അതിനുശേഷം ആരുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ മെഡിക്കൽ കോളേജിലെ ICUവിലേക്ക് ഇടിച്ചു കയറിയവൻ നീ മരിച്ചിട്ടില്ല, മരിക്കാൻ വിടില്ല എന്ന് പറഞ്ഞ് വെള്ള പുതപ്പിച്ച നിന്റെ മുഖം കയ്യിലെടുത്ത് ഭ്രാന്തനെ പോലെ അവൻ അലറിക്കരഞ്ഞു. അത്രയും നേരം അടക്കി വെച്ച സ്നേഹം മുഴുവൻ നിന്റെ മുഖത്ത് ചുംബനങ്ങളാൽ മൂടി. അവൻ വിളിച്ചാൽ നീ ഉണരുമെന്ന് പറഞ്ഞ് നിന്റെ ദേഹം കുലുക്കിയും മാന്തിയും അങ്ങനെ എന്തെല്ലാമോ കാട്ടി. സെക്യൂരിറ്റി ജീവനക്കാരും ഡോക്ടേഴ്സും എല്ലാം വിചാരിച്ചിട്ട് പോലും അവൻ അവിടെ നിന്നും പോകാൻ കൂട്ടാക്കിയില്ല. ഒടുക്കം അടഞ്ഞ നിന്റെ കണ്ണിൽ ഒരു ചലനം അവൻ മാത്രം കണ്ടു. നിനക്ക് ജീവനുണ്ടെന്ന് ശ്രുതി വിളിച്ചു കൂവുമ്പോൾ സമനില കൈവിട്ടു പോയവൻ്റെ ജൽപ്പന്നങ്ങൾ മാത്രമാണ് അയ്യർ സാർ പോലും കണ്ടത്. പക്ഷെ ശ്രുതി ആ നിഗമനത്തിൽ ഉറച്ചു നിന്നു. നിന്നെ വീണ്ടും പരിശോധിക്കാതെ പുറത്തു പോകില്ലെന്നവൻ വാശി പിടിച്ചു. ഒടുക്കം അവൻ്റെ വാശി അല്ല, നിന്നോടുള്ള അവൻ്റെ അളവറ്റ സ്നേഹത്തിന് മുൻപിൽ ഡോക്ടേഴ്സ് പോലും തോറ്റുപോയി. ശ്രുതിക്ക് വേണ്ടി അവൻ നിന്നെ വീണ്ടും പരിശോധിച്ചു. ആ നിമിഷം കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർക്ക് ചെറിയൊരു സംശയം തോന്നി, നിന്റെ ഹൃദയത്തിൽ ജീവൻ്റെ നേരിയ തുടിപ്പുണ്ടോ എന്ന്. അത് തെറ്റായിരുന്നില്ല. മരിച്ചുവെന്ന് വിധിയെഴുതിയ നിന്റെ ജീവിതത്തിലേക്കുള്ള 2-ാം ജന്മമാണ് അവിടെ നിന്നും തുടങ്ങിയത്. സതീഷേട്ടാ, കിച്ചൻ തേങ്ങലോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു. നിനക്കറിയുവോകിച്ച, അന്ന് ശ്രുതിക്ക് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവിടെ നിന്റെ വിധി മറിച്ചായേനെ. സതീഷേട്ടാ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, ആരും എന്നോട് പറഞ്ഞതുമില്ല. കിച്ചൻ്റെ തൊണ്ട ഇടറുമ്പോൾ സതീഷ് ശ്വാസമൊന്ന് എടുത്തു വലിച്ചു. ശ്രുതി തന്നെയാണ് അതിന് കാരണം. ഈ വിവരം ആരും അറിയരുതെന്ന് അവൻ അയ്യർ ഡോക്ടറോട് പറഞ്ഞു. ദേവി ചേച്ചി ഉൾപ്പെടെ എല്ലാവർക്കും അതൊരു ഷോക്കാകുമെന്ന് അവനറിയാം. അതുകൊണ്ടാണല്ലോ. പിന്നെ 3-4 വയസ്സിന് എളുപ്പമുള്ളൂവെങ്കിലും നിന്നെ അവൻ ഒരു കുഞ്ഞിനെ പോലെയാണടാ കാണുന്നത്. അല്ലെങ്കിൽ പിന്നെ നീ ഡൽഹിയിലായിരുന്നപ്പോൾ നിന്റെ ഫോണൊന്ന് വൈകിയാൽ നെഞ്ചി തീയ അവന്. അതിൻ്റെ പേരിൽ കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ. സതീഷിൻ്റെ ചുണ്ടിൽ നേർത്ത ചിരി വിടരുമ്പോൾ കിച്ചനും മെല്ലെയൊന്ന് മുഖം ചിരിച്ചു. ആ ചിരിയിൽ അവൻ്റെ കണ്ണുകൾ അണപൊട്ടി ഒഴുകി. അറിയാം സതീഷേട്ടാ, പണ്ടും അവൻ അങ്ങനെയാ. എനിക്ക് വേണ്ടി എന്തും വിട്ടുതരും. ഒരു മുട്ടായി കഷ്ണമാണെങ്കിൽ പോലും അതെനിക്കുള്ളതാണ്. അതിൻ്റെ പേരിൽ ലച്ചു എന്തോരം വഴക്ക് കിട്ടിയിട്ടുണ്ടെന്നോ? എന്നാലും അവൾ കാണാതെ കൊണ്ടുവന്ന് തരും. കിച്ചൻ നേർത്ത ചിരിയോടെ ദൂരേക്ക് നോക്കി. ആ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവൻ സമ്മതിക്കുമെന്ന്. പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് സതീഷ് മുണ്ടൊന്നുകൂടി മുറുക്കി കുത്തി കിച്ചനെ നോക്കി. നീ ഇപ്പോൾ വീട്ടിലോട്ട് വരുന്നുണ്ടോ, അതോ ഇവിടെ തന്നെ തപസ്സിരിക്കുവാണോ? എനിക്ക് പോയിട്ട് പണിയുണ്ട്. സപ്ലൈക്കോ അടയ്ക്കുന്നതിന് മുൻപ് സാധനം വാങ്ങണം. പോക്കറ്റിലെ ലിസ്റ്റിലേക്ക് ഒന്ന് നോക്കി സതീഷ്. ഇല്ല, ഞാനും വരുവാടോ. മനസ്സിൻ്റെ ഭാരം ഏറെക്കുറെ ഇറക്കി വെച്ചതുപോലെ
ഇന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ കിച്ചൻ മൂടൊന്ന് തട്ടിക്കുടഞ്ഞു. ആ, നിന്നോട് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. പ്രസാദ് വിളിച്ചിരുന്നു. സതീഷ് മുൻപോട്ടൊന്ന് നടന്നു. ഇന്ന് രാത്രി ട്രിവാൻഡ്രത്തു നിന്നും കയറില്ലേ? അമ്പാടി വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. കിച്ചനും സതീഷിനൊപ്പം മുൻപോട്ട് കാലുകൾ വെച്ചു. ഇന്ന് കയറില്ല. പ്രസാദിൻ്റെ അമ്മ മരിച്ചു. ഉച്ചയ്ക്കായിരുന്നു. ഇനി ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടേ അവർ വരൂ. സ്റ്റേഷനിൽ വിളിച്ച് ലീവ് പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാനും പറഞ്ഞത് മതിയെന്ന്. അല്ലെങ്കിൽ സഞ്ചയനം, അടിയന്തരം, അങ്ങനെ ഓരോ ചടങ്ങിന് ഈ മലമണ്ട താണ്ടി അത്രയും ദൂരം പോകണ്ടേ? പറയുന്നതിനൊപ്പം മുൻപിൽ കിടന്ന കരിയില കാലുകൊണ്ട് തട്ടിക്കളഞ്ഞ സതീഷ്. അത് വലിയ കഷ്ടമായല്ലോ. ഞാൻ ഇക്കാര്യം നാളെ അമ്പാടിയോട് വരുമ്പോൾ ആദ്യം അവനോട് പറയണമെന്ന് കരുതി ഇരുന്നതാ. ഇനിയിപ്പോൾ അവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് വിളിച്ചു പറയാം. ബെസ്റ്റ്. നിനക്ക് പറ്റിയ കൂട്ടാവൻ. സതീഷ് മുഖമൊന്ന് കൂർപ്പിച്ച് നോക്കിയതും കിച്ചൻ ചെറു നാണത്തോടെ മുഖം താഴ്ത്തി. എനിക്ക് ലച്ചുവിനോട് ഇഷ്ടമുണ്ടെന്ന് ആദ്യം കണ്ടെത്തിയത് അവൻ തന്നെയാണ്. ഈ കാര്യത്തിൽ അവൻ എൻ്റെ മാഷ. കിച്ചൻ പറഞ്ഞതും സതീഷ് അവനെ ഒന്ന് അടിമുടി നോക്കി. അല്ലെങ്കിലും നിന്നേക്കാൾ വിവരമുണ്ട് അവന്. വലിയ കാര്യമായിപ്പോയി. മരുമോനെ പോക്കാനല്ലെങ്കിലും നിങ്ങൾക്ക് വേറെ ആരുടെ ആവശ്യം വേണ്ടല്ലോ. പറഞ്ഞുകൊണ്ട് മുൻപോട്ട് നോക്കിയതും കണ്ടു സാരിയൊക്കെ വാരി ചുറ്റി ഗേറ്റിന് മുൻപിൽ ഒരുങ്ങി നിൽക്കുന്ന ദേവമ്മ. അമ്മ ഇതെവിടെ പോവാ? സതീഷിനൊപ്പം മുൻപോട്ട് വന്ന കിച്ചൻ പുരികമൊന്നുയർത്തി. നിന്റെ ഫോൺ എവിടെയാ കിച്ച? മനുഷ്യൻ അരമണിക്കൂറായി അതിക്കിടന്ന് വിളിക്കുന്നു. ദേവമ്മ അവനെ ദേഷിച്ചെന്ന് നോക്കി. അയ്യോ, അത് ഞാൻ മുറി വെച്ചിട്ട് അമ്മ പോയത്. അമ്മ കാര്യം പറ. കിച്ചൻ അല്പം പരിഭ്രമത്തോടെ അവരെ നോക്കുമ്പോൾ സതീഷും ദേവമ്മയെ അടിമുടിയും നോക്കി. പറഞ്ഞ പോലെ ദേവി ചേച്ചി ഒരുങ്ങിക്കെട്ടി എവിടേക്കാ? ഞാൻ നമ്മുടെ ലക്ഷ്മിയുടെ വീട് വരെ പോവാ. അവർ പറഞ്ഞു തീരും മുൻപേ ഒരു ഓട്ടോ വന്നു കഴിഞ്ഞു. സോമൻ വന്നോ? നിന്നെ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ ഞാൻ പിന്നെ സോമൻ്റെ ഓട്ടോ വിളിച്ചു. പറയുന്നതിനൊപ്പം അകത്തേക്ക് കയറാൻ ഒരുങ്ങിയവർ. അമ്മ എന്തിനാ ഇപ്പം അങ്ങോട്ട് പോന്നേ? ലച്ചു, അവൾക്കെന്തെങ്കിലും വയ്യാഴികയുണ്ടോ? ശബ്ദത്തിൽ നേരിയ വിറവലോടെ കിച്ചൻ മുൻപോട്ടാഞ്ഞതും അവർ ചെറുതായി ഒന്ന് ചിരിച്ചു. നീ സതീഷിനെയും കൂട്ടി അങ്ങോട്ട് വാ, അപ്പം പറയാം. കുഞ്ഞിനെയും കൂട്ടി സരുവിനോടും അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞുകൊണ്ട് ഓട്ടോ എടുക്കാൻ അവർ നിർദ്ദേശം നൽകി. സതീഷേട്ടാ. ദേവമ്മയുടെ സംസാരം കേട്ടതും കിച്ചൻ നേരിയ ഭയത്തോടെ അവനെ നോക്കി. ലച്ചു, എടാ, അവക്ക് കുഴപ്പമൊന്നും കാണില്ല. ഇനി സരോ ചേച്ചിക്ക് കാലിന് വല്ല വയ്യാഴികയും കൂടി കാണും. മഞ്ഞു തുടങ്ങിയില്ലേ? വാദത്തിൻ്റെ അസ്കിത ഉള്ളത് അവർക്ക് ഇളകുന്ന സമയമായിപ്പോൾ. പറയുന്നതിനൊപ്പം വശത്തിരുന്ന ബൈക്കിലേക്ക് സതീഷ് കയറി. നീ ആലോചിച്ച് നിൽക്കാതെ കയറ്. എന്തായാലും പോയി നോക്കിയാൽ അറിയാലോ. പറഞ്ഞുകൊണ്ട് സതീഷ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിച്ചനും അത് കയറി. ലക്ഷ്മിയുടെ വീടിന് മുൻപിലെ വളവിലേക്ക് തിരിയുമ്പോൾ കണ്ടു സോമൻ്റെ ഓട്ടോ തിരികെ പോകുന്നത്. അതിനനുസരിച്ച് തലചരിച്ച് നോക്കിക്കൊണ്ട് മുൻപോട്ട് നോക്കുമ്പോഴും കിച്ചൻ്റെ കണ്ണിൽ ഭയം നിറഞ്ഞു. ബൈക്ക് അകത്തേക്ക് കിടക്കുമ്പോൾ കിച്ചൻ്റെ കണ്ണുകൾ ചുറ്റിനും ഒന്ന് പാഞ്ഞു. വശത്തായി കിടക്കുന്ന കാർ. ലക്ഷ്മിയുടെ അമ്മാവൻ, അതായത് സരോജമ്മയുടെ ആങ്ങളുടേതാണെന്ന് അവനും മനസ്സിലായി. കണ്ണുകൾ ഉമ്മറത്തേക്ക് നീളുമ്പോൾ കിച്ചൻ്റെ കണ്ണൊന്ന് പിടച്ചു. അവിടെ കൂടിയിരിക്കുന്ന ഓരോ പരിചിതമായ മുഖം. ആ നിമിഷം അതൊക്കെ അവൻ അപരിചിതമായി തോന്നി. കിച്ച, എടാ. സുധിയുടെ ശബ്ദത്തിനൊപ്പം ദേഹം ഒന്ന് കുലുങ്ങുമ്പോൾ ഒരു ഞെട്ടലോടെ കിച്ചൻ്റെ കണ്ണുകൾ ഇടതുവശത്തേക്ക് നീണ്ടു. തൻ്റെ മുൻപ് ചിരിച്ചു നിൽക്കുന്ന സുധി. നീ ഇതേത് സ്വപ്നലോകം തച്ചെറുക്കാം? സുധി അവനെ മെല്ലെ തല്ലുമ്പോഴും ഒന്നും മനസ്സിലാകാതെ അവൻ ഒന്നുകൂടി കണ്ണുകൾ പായിച്ചു. ഇതെന്താ സുധി എല്ലാവരും കൂടി ഇവിടെ? കിച്ചൻ്റെ അവസ്ഥ മനസ്സിലാക്കിയത് സതീഷാണ്. അവൻ പതിയെ സുധിയൊന്ന് നോക്കി. ചെറിയ ഒരു പെണ്ണ് കാണിച്ചടങ്ങ്. ആവശ്യമുണ്ടായിട്ടല്ല. പിന്നെ ഇവരെല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞാൻ എതിരൊന്നും പറഞ്ഞില്ല. ഇതൊന്ന് പറയാൻ വേണ്ടി ഈ പൊട്ടനെ ഉച്ച തൊട്ട് ഞാൻ വിളിക്കുന്നതാ. അങ്ങോട്ട് വരാമെന്ന് വെച്ചാൽ വണ്ടി പെട്രോളും തീർന്നേ. പറഞ്ഞുകൊണ്ട് കിച്ചനെ ഒന്ന് തള്ളി സുധി. ഒരു ഞെട്ടലോടെ വീണ്ടും സുധിയെ നോക്കി കിച്ചൻ. കിച്ച, നീ ഇറങ്ങ്. സതീഷ് മുൻപിലിരുന്ന് പതുക്കെ അവൻ്റെ കൈ പിടിച്ചു. തണുത്തുറഞ്ഞ ആ കൈകളിൽ കൂടി കിച്ചൻ്റെ അവസ്ഥ സതീഷ് നോവോടെ നോക്കി. നിർവികാരനായി ഉമ്മറപ്പടിയിലേക്ക് കയറി ചെല്ലുമ്പോൾ വെറ്റില മുറുക്ക് പുറത്തേക്ക് നീട്ടി തുപ്പിക്കൊണ്ട് ഒരു കാരണവർ കിച്ചനെ അടിമുടി നോക്കി.
അവൻ്റെ വേഷം കണ്ടിട്ടുള്ള ചൂഴ്ന്ന നോട്ടമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയും. ആ നിമിഷം കിച്ചൻ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. ലച്ചുവിൻ്റെ അമ്മാവനും അമ്മായിയും, പ്രായം ചെന്നൊരു കാരണവരും, പിന്നെ ഫാനുവമ്മയും ദേവമ്മയും സുധിയും. ഒരു പെണ്ണ് കാണലിൻ്റെതായ എല്ലാ ഒരുക്കങ്ങളും ആ ഉമ്മറത്തന്നെ കാണാം. ആഹാ, മേലേപ്പാട്ടെ കാരണവരെന്തേ താമസിച്ചത്? ഈ കല്യാണം മുൻപിൽ നിന്ന് നടത്തിക്കൊടുക്കേണ്ട ആളല്ലേ? ആ കാരണവർ അടുത്തിരുന്ന് ലക്ഷ്മിയുടെ അമ്മാവൻ കിച്ചനെ ചിരിയോടെ നോക്കുമ്പോൾ കിച്ചൻ്റെ സർവ്വനാടിയും തളരും പോലെ തോന്നി. വല്യമ്മാവ, ഇത് കൃഷ്ണകുമാർ, നമ്മുടെ കിച്ചൻ. അളിയൻ്റെ ഉറ്റ ചങ്ങാതി കൂടിയായിരുന്നു കിച്ചൻ്റെ അച്ഛനെ. ആ കാരണവർക്ക് വീണ്ടും കിച്ചനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴും കിച്ചൻ ഒന്നും മനസ്സിലാകാതെ കൊണ്ട് ചുറ്റും നോക്കി ദേവമ്മയുടെ അടുത്തേക്ക് അല്പം നീങ്ങി നിന്നു. എന്താമ്മ ഇത്? ഇത്ര പെട്ടെന്നൊരു തീരുമാനം? ആരും കേൾക്കാതെ ദേവമ്മയോട് ചോദിക്കുമ്പോൾ കിച്ചൻ്റെ ശബ്ദം ഇടറി. പെട്ടെന്നോ? സുധി കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ചു വന്നാലുടനെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് നീയല്ലേ സരോജത്തോട് പറഞ്ഞത്? അതുകൊണ്ട് അവൾ ഇന്നലെ ആങ്ങളെ വിളിച്ച് കാര്യം പറഞ്ഞു. ചോദിക്കാനും പറയാനും സരോജത്തിന് ആകെ ഉള്ളത് സദാനന്ദം മാത്രമല്ലേ? ദേവമ്മ അത് പറയുമ്പോൾ കിച്ചൻ അല്പം ഉമിനീർ ഇറക്കിക്കൊണ്ട് അവരെ വീണ്ടും നോക്കി. അമ്മ, ലച്ചു അവൾ സമ്മതിച്ചോ? കിച്ചൻ്റെ കണ്ണുകളിൽ നേരിയ പരിഭ്രമം. പിന്നെ സമ്മതിക്കാതെ? അവളുടെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ സരോജം സദാനന്ദനെ വിളിച്ചറിയിച്ചത്. ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ, നീ സുധിയുടെ കൂടെ അവിടെ ഇരിക്കുക. പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് കയറുമ്പോൾ കിച്ചണിൽ നിന്ന് നേർത്ത നിശ്വാസം പുറത്തേക്ക് വന്നു. വർഷങ്ങളായി മനസ്സിൽ താലോചിച്ച പെണ്ണിനെ തിരിച്ചറിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ അവളെ തനിക്ക് നഷ്ടപ്പെടാൻ പോവാണോ? കിച്ചൻ ഒരു നിമിഷം കണ്ണുകൾ മുറുക്കി അടച്ചു. എന്തും നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തി. എന്നാൽ പിന്നെ ഇനി ചടങ്ങൊന്നും വൈകിക്കണ്ട അല്ലേ വല്യമ്മാവ? എന്നും കാണുന്ന പിള്ളാരാ, എന്നാലും അങ്ങ് മുറയ്ക്ക് നടക്കട്ടെ, അങ്ങനല്ലേ ഭാനു ചേച്ചി? സദാനന്ദൻ ചിരിയോടെ ഭാനുവിനെ നോക്കുമ്പോൾ സുധി ചെറു നാണത്തോടെ തല മെല്ലെ താഴ്ത്തി. കിച്ച. ആരും കാണാത്ത സതീഷ് അവനെ വിളിച്ചതും കിച്ചൻ്റെ കണ്ണുകൾ അവനിലേക്ക് നീണ്ടു. ഞാൻ പറയട്ടെ? ചുറ്റും ഒന്ന് നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് കിച്ചൻ കേൾക്കാൻ പാകത്തിന് അവന് മനസ്സിലാകാനായി സതീഷ് ചുണ്ട് ചലിപ്പിച്ചു. വേണ്ട, അരുത്. കിച്ചൻ പൊടുന്നനെ കണ്ണുകൾ ചലിപ്പിച്ചുകൊണ്ട് തല വെട്ടിച്ചതും നെഞ്ചിടിപ്പ് ഒരു നിമിഷം നിന്നു പോകും പോലെ അവൻ്റെ ശ്വാസം പിടിച്ചു കെട്ടി. പക്ഷേ കണ്ണുകൾ മാത്രം യാന്ത്രികമായി ചലിക്കുമ്പോൾ അതിൽ തറഞ്ഞു നിൽക്കുന്ന ലച്ചു. മഞ്ഞയിൽ നേരിയ ചുവന്ന ബോർഡുള്ള ധാവണി, തലയിൽ അല്പം മുല്ലപ്പൂ, നെറ്റിയിൽ അലങ്കാരമായി ഒരു കുഞ്ഞു പൊട്ട് മാത്രം, കയ്യിൽ ഒതുങ്ങിയ ചെറിയ തട്ടത്തിൽ കുറച്ച് ചായ ഗ്ലാസുകൾ. കിച്ചൻ്റെ കണ്ണുകൾ ചുറ്റുമുള്ളതിനെ മറന്നുകൊണ്ട് അവളിലൂടെ മാത്രം പാഞ്ഞു. ഹായ്, എന്താ ഇത്? ചെറുക്കം മൂത്തവനല്ലേ? ചായ ആദ്യം ഇവിടെ കൊടുക്കു കൂട്ടി. കാരണവരുടെ ശബ്ദം ഉറച്ചു കേട്ടതും കിച്ചനിൽ ലച്ചുവും ഒരുപോലെ ഞെട്ടിത്തിരിഞ്ഞു. ആ നിമിഷം കിച്ചൻ സമനില വീണ്ടെടുത്തുകൊണ്ട് ലച്ചുവിനെ നോക്കി. തനിക്ക് നേരെ നീട്ടിപ്പെട്ടിച്ചിരിക്കുന്ന ചായ ഗ്ലാസ് അവളുടെ കയ്യിലിരുന്ന് ചെറുതായി വിറയ്ക്കുന്നതിനൊപ്പം കണ്ണുകളിൽ തളം കെട്ടി നിൽക്കുന്ന ഭയം. അതിപ്പോൾ ആദ്യം അനിയന് കൊടുത്താ എന്താണിപ്പോൾ? എല്ലാവരും പരസ്പരം അറിയുന്ന പിള്ളേരല്ലേ വല്യമ്മാവ? ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ? കാരണവരോട് മറുപടി പറയുന്നതിനൊപ്പം സദാനന്ദൻ സതീഷിനെ നോക്കി. മെല്ലെ ഒന്ന് തലയാട്ടി സതീഷ് കിച്ചനെ കണ്ണു കാണിച്ചതും വെപ്രാളം പിടിച്ചുകൊണ്ട് ലച്ചുവിൻ്റെ കയ്യിൽ നിന്നും ആ ചായ കയ്യിലേക്ക് വാങ്ങിയവൻ ശേഷം അവൾക്ക് മുഖം കൊടുക്കാതെ മെല്ലെ ഒന്ന് തിരിഞ്ഞു. ഇനി ഇവിടെ കൊടുക്കുമോളെ? സദാനന്ദൻ കണ്ണുകൊണ്ട് സുധിയിലേക്ക് നോട്ടുവറിയുമ്പോൾ ലച്ചുവിൻ്റെ കണ്ണുകൾ അറിയാതെയെങ്കിലും കിച്ചണിലേക്ക് ഒന്ന് പാളി. അവളിൽ നിന്നും തിരിഞ്ഞു നിൽക്കുന്നവനെ കണ്ടതും നെഞ്ചു കൊളുത്തി വലിക്കും പോലെ തോന്നി പെണ്ണിന്. തുടരും.